ഓണപരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പറുകൾ. എങ്ങനെയാണ് ഈ ക്വാണ്ടം നമ്പറുകൾ വളരെ ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും മറ്റു വീഡിയോകളൊക്കെ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നമ്മൾ നേരെ ആ വീഡിയോയിലേക്ക് പോവാണ്. സോ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഫസ്റ്റ് ടൈം എക്സാമിനേഷന് ചോദിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗമാണ് ക്വാണ്ടം നമ്പറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് 3 ക്വാണ്ടം നമ്പറുകളാണ്. ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഒന്ന് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, ഒന്ന് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, എങ്ങനെ ഇത് ഈസി ആയിട്ട് പഠിക്കാമെന്ന് പെട്ടെന്നൊന്ന് നോക്കുക, ശ്രദ്ധിക്കാം. ഞാനിവിടെ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോണുകൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഷെല്ലുകളിൽ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഷെല്ലുകൾക്കുള്ളിൽ എന്തുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്, സബ് ഷെല്ലുണ്ട്. ഓക്കെ, ദെൻ ആ സബ് ഷെല്ലിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഓർബിറ്റൽ ഉള്ളത് എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെല്ലുകളുണ്ട്, സബ് ഷെല്ലുകളുണ്ട്, ഓർബിറ്റലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഷെല്ലുകൾക്കുള്ളിൽ സബ് ഷെല്ലുണ്ട്, സബ് ഷെല്ലുകൾക്കുള്ളിൽ ഓർബിറ്റലുണ്ട്. ഈ ഓർബിറ്റലിനുള്ളിലാണ് ആരുണ്ടാവുക, ഇലക്ട്രോൺ ഉണ്ടാകുക എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. അപ്പോൾ ഷെല്ലുകൾക്കുള്ളിൽ സബ് ഷെല്ല്, സബ് ഷെല്ലുകൾക്കുള്ളിൽ ഓർബിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായും ഇവിടെ പറയാൻ പോകുന്നത് ഷെല്ലുകളെ കുറിച്ച് പറയുന്ന ക്വാണ്ടം നമ്പറാണ് ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സബ് ഷെല്ലുകളെ കുറിച്ച് പറയുന്ന ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ L എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ. ഇനി ഓർബിറ്റലുകളെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഓർബിറ്റലുകളുടെ ഓറിയന്റേഷനിലെ വ്യത്യാസത്തെ കുറിച്ചൊക്കെ പറയുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അഥവാ M എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമ്മൾ ഷെല്ല് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. ഓക്കെ, ദെൻ സബ് ഷെല്ല് നോക്കുക, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണ്. എന്നാൽ ഓർബിറ്റൽ അല്ലെങ്കിൽ ഓർബിറ്റലുകളുടെ ഓറിയന്റേഷൻ അത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അഥവാ M ആണ് എന്നും കിട്ടി. ഇനി നമ്മൾ നേരെ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, എന്നിരുന്നാലും നോക്കി വെക്കുക. റെഡി, എന്നിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതുക 1 പിന്നെ 2 3 4 എന്നാണ് എന്നിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ദെൻ എല്ലിനാണെങ്കിൽ വാല്യൂ കൊടുക്കുക 0 1 2 3 ഇങ്ങനെയാണ് എല്ലിൻ്റെ വിലകൾ കൊടുക്കുക. അപ്പോൾ ഇതും ഓർമ്മ വേണം, n = 1 2 3 4, L = 0 1 2 3. റെഡി, അതും സെറ്റാക്കി വെക്കുക. ഇനി ഷെല്ലുകൾ ഏതൊക്കെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം, ഷെല്ലുകൾ ഏതൊക്കെ ഷെല്ലുകളാണുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഒന്നാമത്തതിൻ്റെ നേരെ നമ്മൾ K L M N എന്ന് എഴുതി വെക്കാം. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ K ആണ്, 2 L ആണ്, 3 M ആണ്, ദെൻ 4 N ആണ്. ഇനി സബ് ഷെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട് S P D F, അതും ഇവിടെ എഴുതി വെക്കുന്നു. റെഡി. അപ്പോൾ നോക്കി, L0 എന്ന് പറഞ്ഞാൽ അത് S ആണ്, L1 എന്ന് പറഞ്ഞാൽ അതാരാണ്, P ആണ്, L2 എന്ന് പറഞ്ഞാൽ അതാരാണ്, D ആണ്, L3 എന്ന് പറഞ്ഞാൽ അതാരാണ്, F ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഓക്കെ ആയി. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഓർബിറ്റലുകളിലേക്ക് പോകാം. ഓക്കെ, ഓർബിറ്റലുകളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഓർബിറ്റലുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓർബിറ്റലുകളുടെ എണ്ണം നമ്മൾ പഠിച്ചിരിക്കണം. ഓർബിറ്റലുകളുടെ എണ്ണം ഓർത്തു വെക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഡ് നമ്പർ എന്ന് ഓർത്തു വെക്കുക. ഓഡ് നമ്പർ. ഓക്കെ, നോക്കി ഓർബിറ്റൽ O, ഓറിയന്റേഷൻ ചോദിച്ചാലും O ആണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ കേട്ടോ, ഓഡ് നമ്പർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചോളി, ആ ഓഡ് നമ്പറുകൾ ഇവിടെ ഇങ്ങനെ നേരെ എഴുതാൻ പോവാണ്, ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഓഡ് നമ്പർ ഇവിടെ M1 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ഏതാണ്, 3. ഓക്കെ, അടുത്ത ഓഡ് നമ്പർ ഏതാണ്, 5. അടുത്ത ഓഡ് നമ്പർ ഏതാണ്, അടുത്ത ഓഡ് നമ്പർ 7. അപ്പോൾ ഓർബിറ്റലുകളുടെ എണ്ണം അല്ലെങ്കിൽ ഓറിയന്റേഷൻ്റെ എണ്ണം ഞാനിവിടെ എഴുതി. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാണ്, എസിന് എത്ര ഓർബിറ്റൽ ഉണ്ട്, 1, എസിന് പിക്ക് എത്ര ഓറിയന്റേഷൻ ഉണ്ട്, 3, ഡിക്ക് എത്ര ഓറിയന്റേഷൻ, 5, എഫിന് എത്ര ഓറിയന്റേഷൻ, 7. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ഇതിനെ എളുപ്പത്തിൽ എഴുതി മാറ്റുകയാണ്, ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാൻ പോകണം, ശ്രദ്ധിക്കുക. നോക്കി, അടുത്ത് ചെയ്യാൻ പോണത് ഏതൊരു ഓർബിറ്റൽ എടുത്താലും ഓർബിറ്റലിലാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക. ഏത് ഓർബിറ്റൽ എടുത്താലും ഇതിലുണ്ടാകുക 2 ഇലക്ട്രോണുകളാണ്. എത്ര ഇലക്ട്രോൺ ആണ്, 2 ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ഓക്കെ,
ഇനി അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ സബ്ഷെല്ലുകളുടെ ആ വാല്യൂ ഏതാണെന്ന് എഴുതിയതാണ്, എന്നിൻ്റെ വാല്യൂ ഏത് ഷെല്ലാണെന്നാണ് എഴുതിയത്. ഇനി ഇതിൽ ഓരോന്നിലും എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്നും ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അപ്പോൾ അതും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്കി, ഓർബിറ്റലിൽ കൊള്ളുന്നത് 2 ഇലക്ട്രോൺ, ഏത് ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി, ഈ ഒന്ന് ആകെ എസിനുള്ളത് ആകെ ഒരു ഓർബിറ്റൽ, അപ്പോൾ 1 × 2 നമ്മളിവിടെ എന്ത് ചെയ്യുന്നു 2. ഓക്കെ, ദെൻ അപ്പോൾ ഇതെന്ത് ചെയ്യും, പിയിൽ 3 × 2 6 ഇലക്ട്രോൺ, ഇവിടെ 5 × 2 10 ഇലക്ട്രോൺ, 7 × 2 14 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയും, ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പറയും, എസിൽ എത്ര ഇലക്ട്രോണ്, 1 × 2 ഇലക്ട്രോൺ, ഇവിടെ 6 ഇലക്ട്രോൺ, ഇവിടെ 10 ഇലക്ട്രോൺ, ഇവിടെ 14 ഇലക്ട്രോൺ. അപ്പോൾ ഇത് ഇലക്ട്രോണിൻ്റെ എണ്ണാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മുകളിൽ ഈ ഒന്ന് എഴുതിയിട്ടുണ്ട്. റെഡി. അപ്പോൾ ഇത് എല്ലിൻ്റെ വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ എഴുതിയിട്ടുള്ളത് എസിലും പിയിലും ഡിയിലും എഫിലും കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചത്, 1 × 2 2, 3 × 2 6, 5 × 2 10, 7 × 2 14. ഇനി നമുക്ക് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിലേക്കും കൂടി പോയി നോക്കാം. ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കാം. ഒന്നാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ അതിൽ എസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, എസ്. എസ്സിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും, എസ്സിൽ 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പോൾ നമുക്ക് കെയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും, കെയിലും എത്ര തന്നെ ആയിരിക്കും, 2 ഇലക്ട്രോൺ. കെയിലും എത്ര തന്നെയാണ്, 2 ഇലക്ട്രോൺ. അപ്പോൾ ഇനി എല്ലാണെങ്കിലോ നോക്കി, എല്ല് എന്ന് പറയുമ്പോൾ അതിൽ എസ് ഉണ്ട്, പി ഉണ്ട്, അപ്പോൾ ഈ 2ഉം കൂട്ടുക 6ഉം കൂട്ടുക, അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, ടോട്ടൽ 8 ഇലക്ട്രോൺ എന്ന് കിട്ടും, 8 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എം ചോദിക്കുകയാണെങ്കിൽ ഈ 2ഉം 6ഉം 10ഉം, കാരണം എമ്മിൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഇത് 3 എന്ത് ചെയ്യുക, കൂട്ടുക. 3ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 18. എത്ര കിട്ടും, 18. ഇനി എന്നാണ് ചോദിക്കണമെങ്കിൽ 1 2 3 4, ഈ 4ഉം കൂട്ടുക, ഈ 4ഉം കൂട്ടിയാൽ എന്ത് കിട്ടും, 32 എന്ന് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇതാ ഇവിടെ 18, ഇവിടെ 32. ഇതോടുകൂടി നമ്മളെ ക്വാണ്ടം നമ്പറുകളിലുള്ള ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനുള്ള ലെവലിലേക്ക് നമ്മൾ ഇത് പഠിക്കുന്നതോടുകൂടി മാറും. ഒന്നുകൂടി പറയാൻ നോക്കി, എൻ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 1 2 3 4, എല്ലിൻ്റെ വാല്യൂ 0 1 2 3. ഓക്കെ, ഇത് KLMN, ഇത് SPDF. ഓക്കെ, ദെൻ ഇനി എമ്മിൻ്റെ വാല്യൂ നേരെ എഴുതി കൊടുക്കുക. എസിന് 1, പിക്ക് 3, ഡിക്ക് 5, എഫിന് ഓഡ് നമ്പർ, ഓർബിറ്റൽ ഓറിയന്റേഷൻ ഓഡ് നമ്പർ. അപ്പം അങ്ങനെ എഴുതുക. ഏത് ഓർബിറ്റൽ എടുത്താലും എത്ര ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ഇനി അതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തിൻ്റെ എണ്ണം കാണുന്നു, ഇലക്ട്രോണിൻ്റെ എണ്ണം ഇവിടെ എഴുതി വെക്കുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ പഠിക്കേണ്ടത്. കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ അവസാന ലാപ്പിലാണ് എക്സാമിൻ്റെ. അപ്പോൾ എങ്ങനെ ഇത് ഈസി ആയിട്ട് നമുക്കിത് ഓർത്തെടുക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി പെട്ടെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇത് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി വളരെ ഈസി ആയിട്ട് പറയും, എൻ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. എൻ 1 2 3 4, എൽ 0 1 2 3. അപ്പോൾ ഇത് KLM N, ഇത് SPDF. ഇത്രയും എഴുതാം. ഇനി എം എന്ന് പറഞ്ഞാൽ ഓർബിറ്റലാണ്, എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ നേരെ ഇവിടെ 1 3 5 7 ഇത്ര എഴുതാം. റെഡി. ഇനി ഓരോ ഓർബിറ്റലിലും കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്, 2 ആണ്. അപ്പോൾ 1 × 2, എസ്സിൽ എത്ര എണ്ണം കൊള്ളും, 2 എണ്ണം കൊള്ളും. പിയിൽ 3 × 2 എത്ര എണ്ണം കൊള്ളും, 6 എണ്ണം. അപ്പോൾ ഡിയിൽ 5 × 2 10 എണ്ണം കൊള്ളും. എഫിൽ 7 × 2 14 എണ്ണം കൊള്ളും. എത്ര എണ്ണം കൊള്ളും, 14 എണ്ണം. ഓക്കെ, ഇനി കെയിൽ ചോദിച്ചാൽ 2, എല്ലിൽ ചോദിച്ചാൽ 2ഉം 6ഉം കൂട്ടുക, അപ്പോൾ 8. എമ്മിൽ ചോദിച്ചാൽ ഇത് 3ഉം കൂട്ടുക, അപ്പോൾ 18. എന്നിൽ ചോദിച്ചാൽ ഇത് 4ഉം കൂട്ടുക, അപ്പോൾ 32. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഇതൊരു 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടം നമ്പറുകൾ കംപ്ലീറ്റ് ഉത്തരം എഴുതാനുള്ള ലെവലിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ്. ചോദ്യത്തിലേക്ക് പോകാൻ നോക്കിയിട്ടാ. റെഡി. ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കിയോളി. n = 3, l = 2. ഇത് ഏത് സബ്ഷെല്ലാണ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, എങ്ങനെ ഇതിൻ്റെ ഉത്തരം എഴുതാം? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ 3 എന്ന് പറയുന്ന ആളെ നേരെ എഴുതുക, 3. ഓക്കെ, l = 2. ഇതാരാ എന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചേക്ക് പോകുന്നു. l = 2 ആയിരുന്നു. നോക്കി, എല്ലിൻ്റെ വാല്യൂ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, 0 1 2. അപ്പോൾ L2 ആരാ, D ആണ്. ആരാണ്, D. അപ്പോൾ നേരെ അവിടെ നമ്മൾ എന്ത് ചെയ്തുന്നു,
ഡി. അപ്പോൾ ആൻസർ എന്താണ്? 3D. എന്താണ് ആൻസർ? 3D. ഇങ്ങനെ ഒരു ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിൻ്റെ വാല്യൂ തരുന്നു, എല്ലിൻ്റെ വാല്യൂ തരുന്നു, സബ്ഷെൽ ഏതാണ് എന്ന് എഴുതാൻ പറയുന്നു. സബ്ഷെൽ ഏതാണ് എന്ന് എഴുതാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, റെഡി? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വേറെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കുക. വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, രണ്ട് പ്രസ്താവന, മലയാളം മീഡിയക്കാരൊക്കെ ശ്രദ്ധിക്കുക, ഞാൻ മലയാളത്തിൽ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നോക്കി, എൽ ഷെൽ കണ്ടെയ്ൻ മാക്സിമം 8 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എല്ല് എന്ന് പറയുന്ന ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം അത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അത് ശരിയാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നോക്കി, അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ച സാധനത്തിലേക്ക് നോക്കാം. എല്ല് എന്ന് പറയുന്ന ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 8. അപ്പോൾ ഒരു പ്രശ്നമില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്കിത് ശരിയാണ് എന്ന് കിട്ടും. റെഡി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് പോയി നോക്കുക. എല്ല് എന്ന് പറയുന്ന ഷെല്ലിന് 5 ഓർബിറ്റലുകൾ ഉണ്ട്. എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 5 ഓർബിറ്റലുകൾ. നമ്മൾ ഇതിലേക്ക് വീണ്ടും വന്ന് നോക്കാൻ. നോക്കി, എല്ലിന് 5 ഓർബിറ്റൽ ഉണ്ട് എന്നാണ് അവിടെ പറയണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഓർബിറ്റലിൻ്റെ എണ്ണമാണ് ഈ ഓഡ് നമ്പർ ആയിട്ട് ഇവിടെ എഴുതി. ഇത് മറന്നു പോയത് കേട്ടോ, ഓർബിറ്റലിൻ്റെ എണ്ണമാണ് ഓഡ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ എസിനും പിക്കും ഡിക്കും എഫിനുള്ള ഓർബിറ്റലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യനിൽ എല്ലാണ്. അപ്പോൾ എല്ലോടെ ഇതിൽ നോക്കി എല്ല് ഇതാ അവിടെ. എല്ല് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ്? എല്ല് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 2 സബ് ഷെല്ല് ഉണ്ടാവും. അതേതൊക്കെ? എസ് ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവും? പി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്. ഇനി ഈ എസ്സിന് എത്ര ഓർബിറ്റലാണുള്ളത്? നോക്കി, എസ്സിന് ഒരു ഓർബിറ്റൽ ഉണ്ട്. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്. എസ്സിന് ഒരു ഓർബിറ്റൽ, പിക്ക് 3 ഓർബിറ്റൽ. അപ്പോൾ 1ഉം 3ഉം ടോട്ടൽ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 4 ഓർബിറ്റൽ. എങ്ങനെ ഒന്നുകൂടി നോക്കി. ക്വസ്റ്റ്യനിൽ എല്ല് എന്നാണ് പറഞ്ഞത്, ആയിക്കോട്ടെ, എല്ലിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? എസ് ഉണ്ട്, പിന്നെ ആരുണ്ട്? പി ഉണ്ട്. എസ്സിന് എത്ര ഓർബിറ്റൽ ഉണ്ട്? 1 ഓർബിറ്റൽ. പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ. അപ്പോൾ ടോട്ടൽ എത്ര ഓർബിറ്റലായി? 4. എന്ന് പറഞ്ഞാൽ എല്ലിന് ടോട്ടൽ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 4 ഓർബിറ്റൽ. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലിന് എത്ര ഓർബിറ്റൽ ഉണ്ട് എന്നാണ്? 5 ഓർബിറ്റൽ. അപ്പോൾ ഇത് തെറ്റാണ്. അതന്നെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി, എം എന്ന് പറയുന്ന ആൾക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ എമ്മിൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 9 വരും. റെഡി? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടിയല്ലോ. എൽ ഷെല്ലിന് 5 ഓർബിറ്റലാണോ? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു എൽ ഷെല്ലിന് എത്ര ഓർബിറ്റലാ? 4 ഓർബിറ്റലാ. കാരണം അതിൽ എസ് ഉണ്ട്, പി ഉണ്ട്. അപ്പോൾ 1 ഉണ്ട്, 3 ഉണ്ട്. അത് കൂട്ടിയാൽ 4 കിട്ടുക. അപ്പോൾ ആൻസറിൽ നമുക്ക് എന്ത് വരണം? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ബട്ട് 2 ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല? ശരിയല്ല എന്നുള്ളതാണ്. റെഡി? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട, കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാം. നോക്കി, n+l വാല്യൂ ഓഫ് 2 ഓർബിറ്റൽ ഈസ് 5. ഓക്കെ, 2 ഓർബിറ്റൽ ഉണ്ട്. ഇതിൻ്റെ എന്നിൻ്റെയും, n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യണത്, എൽ എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മളെ സബ് ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂട്ടിയാൽ രണ്ടിനും എത്ര കിട്ടുക? എന്താ കിട്ടുക? 5 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കി, ഒന്ന് ഞാൻ പറഞ്ഞുതരാം. n+l കൂട്ടിയാൽ എന്ത് കിട്ടണം? 5 കിട്ടണം. ഇതാണ് ഒന്ന്. ഓക്കെ, ഇനി one of the orbital has 5 orientation. One of the orbital has 5 orientation. എന്താ നോക്കി, ഒന്നിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്, മറ്റേന് എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട്? 3 ഓറിയൻറ്റേഷൻ ഉണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തതിന് 5, ശ്രദ്ധിക്കുക, 5 ഓറിയൻറ്റേഷൻ ഉണ്ട്, ഓറിയൻറ്റേഷൻ. രണ്ടാമത്തതിന് 3 ഓറിയൻറ്റേഷൻ. പക്ഷെ അതിൻ്റെയും n+l കൂട്ടിയ എത്ര തന്നെ കിട്ടുക? 5 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ചോദ്യം കേട്ടോ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളി. എന്താണ് ചോദ്യം? n+l കൂട്ടിയാൽ 5 കിട്ടും. 5 ഓറിയൻറ്റേഷൻ ഉള്ള
ആ ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെൽ ഏത് എന്ന് കണ്ടുപിടിക്കുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഓർബിറ്റൽ. ഓക്കെ, ദെൻ അടുത്തത് രണ്ടാളുടെയും n പ്ലസ് വാല്യൂ കൂട്ടിയാൽ 5 ആണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെയും 5 ആണ് കിട്ടേണ്ടത്. പക്ഷേ അതർ ഹാസ് 3 ഓറിയൻറ്റേഷൻ. അപ്പോൾ രണ്ടാമത്തിന് 3 ഓറിയൻറ്റേഷനേ ഉള്ളൂ. അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് നോക്കിയോളി. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചോളി. 5 ഓറിയൻറ്റേഷൻ ഉള്ള ആള് ആരാ? ഇങ്ങോട്ട് നോക്കി. എവിടെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ, ഓർബിറ്റൽ, ഓഡ് നമ്പർ എവിടെ? ഇതാ 5 ഓറിയൻറ്റേഷൻ ഉള്ളത് ആർക്കാ? ഡിക്കാണ്. ആർക്കാണ്? ഡി. ഇതല്ലേ ഓറിയൻറ്റേഷൻ? നോക്കി, ഇതാണ് ഓറിയൻറ്റേഷൻ. ആർക്കാണ് 5 ഓർബിറ്റൽ 5 ഓറിയൻറ്റേഷൻ ഉള്ളത്? ഡിക്ക്. അപ്പോൾ 3 ഓറിയൻറ്റേഷൻ ഉള്ളതോ? പീക്ക്. ഓക്കെ, അപ്പോൾ നോക്കി 5 ഓറിയൻറ്റേഷൻ ഉള്ളത് ഡിക്ക്. ആർക്കാണ്? ഡിക്ക്. 3 ഓറിയൻറ്റേഷൻ ഉള്ളത് പീക്ക്. അത് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ത്? 5 ഓറിയൻറ്റേഷൻ എന്ന് തന്നപ്പോൾ ഇത് ഡി ആണെന്നും 3 ഓറിയൻറ്റേഷൻ തന്നപ്പോൾ ഇത് പി ആണ് എന്നും നമുക്ക് മനസ്സിലായി. അത് ഓക്കെ. ഇനി മുകളിലെ സ്റ്റേറ്റ്മെന്റ് എന്തിനാ തന്നതെന്നും കൂടി നോക്കാം. ഈ ഡി എന്ന് പറയുമ്പോൾ ഇത് സബ്ഷെല്ലാണ്. നോക്കണ്ടോ? സബ്ഷെല്ലാണ്. എല്ലാണ് സബ്ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. എല്ലാണ്. എല്ലിൻ്റെ വാല്യൂ 0, 1, 2, 3 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 ആരാ? എസ് ആണ്. ഇതാരാ? പി ആണ്. ഇതാരാ? ഡി ആണ്. ഇതാരാ? എഫ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ഡി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇതെവിടെ നമ്മൾ നേരത്തെ പഠിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയളി. ഡി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 2 ആണ്. പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. എത്രയാണ്? 1 ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇനി ആ ക്വസ്റ്റ്യൻ്റെ ബാക്കി ചെയ്യും? ഇത് നോക്കിയളി, ഇതിൻ്റെ ഡി ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലിൻ്റെ വാല്യൂ 2 ആണെന്നും പി ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലിൻ്റെ വാല്യൂ 1 ആണെന്നും നമുക്ക് കിട്ടി. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഈ എല്ലിൻ്റെ വാല്യൂ നോക്കി, ഈ എല്ലിൻ്റെ വാല്യൂ 2 ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയണത് എന്നും എല്ലും കൂട്ടിയാൽ 5 കിട്ടണം. എൽ എത്രയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചു. ഡി ആയതുകൊണ്ട് എൽ എത്രയാണ്? ഡി ആണെന്ന് എങ്ങനെ കിട്ടിയേ? 5 ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട് ഡി ആണെന്ന് കിട്ടി. ഡി ആയതുകൊണ്ട് എൽ എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ആ 2 ഇവിടെ കൊടുത്തു. അപ്പോൾ ആ 2 കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 5. അങ്ങനെയാണെങ്കിൽ ഈ എൻ എത്ര ആകണം? ഒരു ഇതിക്ക് 2 കൂട്ടുമ്പോൾ ഇത് 5 കിട്ടണമെങ്കിൽ ഇത് എത്ര ആകണം? ഇത് 3 ആകണം. 3 + 2 അല്ലേ 5 എന്ന് വരിക. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? എന്നിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 3. അപ്പോൾ ഞാനത് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. എന്നിൻ്റെ വാല്യൂ 3. ആ 3 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3D എന്നാണ് ആൻസർ കിട്ടുക. എന്താ ആൻസർ കിട്ടുക? 3D എന്നാണ് ആൻസർ കിട്ടുക. റെഡി. അടുത്ത ആളെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ എൽ വാല്യൂ 1 ആണ്. നോക്കി, ഇതിൻ്റെ എൽ വാല്യൂ 1 ആണ്. അപ്പോൾ ഞാൻ ഈ എല്ലിൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കും. ഓക്കെ, 1ക്ക് ഏത് നമ്പർ കൂട്ടിയാലും 5 കിട്ടുക. അപ്പോൾ 4 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ആ 4 ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ 4P എന്ന ആൻസർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി, ഇവരെ രണ്ടാളെയും ഇതിൻ്റെ എൻ വാല്യൂ 4 കിട്ടിയിട്ടാ. നോക്കി, ഇതിൻ്റെ എന്നും എല്ലും കൂട്ടിയപ്പോൾ 5 കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എന്നും എല്ലും കൂട്ടിയപ്പോൾ 5 കിട്ടുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അത് കറക്റ്റായി. ഇനി ഇതിൽ ഡി ആയതുകൊണ്ട് ഇതിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇത് പി ആയതുകൊണ്ട് ഇതിന് 3 ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആൻസർ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ആൻസർ 3D ആണ്. ഇതിൻ്റെ ആൻസർ 4P ആണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഓർബിറ്റൽ എന്നുള്ളതിൻ്റെ ആൻസർ ഏതൊക്കെ വരും? 3D വരും, പിന്നെ 4P വരും. ഓക്കെ, കുറച്ച് പണിയെടുക്കാനുള്ള, കുറച്ച് മനസ്സിലായിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പതുക്കെ നോക്കി നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഈ ഒരു ഭാഗത്തുനിന്ന് ചെയ്തിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. സോ ശ്രദ്ധിക്കുക, കോണ്ടന്റ് നമ്പർ വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണണം. വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് പറയാം. നമ്മളൊരു രണ്ട് സബ്ഷെല്ലിനെ കുറിച്ചുള്ള കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഷെല്ലിൻ്റെ നെയിം എം ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷെല്ലിൻ്റെ നെയിം എം എന്ന് പറഞ്ഞാൽ KLM എന്ന് പറഞ്ഞാൽ അത് മൂന്നാമത്തതാണല്ലോ, മൂന്നാമത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്, n = 3. ഓക്കെ, ഏതാണ്? നോക്കി, n = 3 ആണെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലാണ്. ഓക്കെ,
നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻ 5 ആണ് എന്ന് പറഞ്ഞാൽ അത് ഡി ആണ്. അതെങ്ങനെ? നമ്മൾ പറഞ്ഞല്ലോ SPDF, ഓറിയൻറ്റേഷൻ്റെ എണ്ണം ഓഡ് നമ്പർ 1 3 5 7. അപ്പോൾ ഓറിയൻറ്റേഷൻ 5 എണ്ണം ഉള്ളത് ആരാ? ഡി ആണ്. ഓക്കെ, ആരാണ്? ഡി. അപ്പോൾ ഇത് ആരാണെന്നും കിട്ടി, നോക്കി ആരാണെന്ന് കിട്ടി, ഡി ആണെന്നും കിട്ടി. റെഡി. ഇനി രണ്ടാമത്തെ അടുത്ത് നോക്കി, സെല്ലിൻ്റെ നെയിം N. അപ്പോൾ നോക്കാം KLMN എത്രാമത്തെ? 4ാമത്തെ. അപ്പോൾ N = 4. ഓക്കെ. നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻ ഒന്നുള്ളതാരാ? SPDF 1 3 5 7. അപ്പോൾ ഒന്നുള്ളതാരാ? എസ്. ആരാണ്? എസ്. അതും കിട്ടി. ഇനി ചോദ്യം നോക്കി, റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽ. ഇത് ഏത് സബ്ഷെല്ലാന്ന് എഴുതാൻ പണിയുണ്ടോ? 3ാമത്തതിലെ ഡി, അപ്പോൾ 3D. ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കി, 4ാമത്തതിലെ എസ്, അപ്പോൾ ആരാ? 4S. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ 3D, രണ്ടാമത്തിൻ്റെ ആൻസർ 4S. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ റൈറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഓഫ് ദീസ്. ഓരോന്നിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഡി ആയതുകൊണ്ട് ഡിയിൽ 10, എസ് ആയതുകൊണ്ട് എസ്സിൽ 2. ഇതാണ് ആൻസർ കേട്ടോ. ഡിയിൽ എത്ര? നോക്കിയാൽ 3Dയിൽ 10 എണ്ണം, ദെൻ 4Sൽ 2 എണ്ണം. ഇതാണ് ആൻസർ വരിക. ഓക്കെ. ഇനി ഇത് നമ്മൾ പഠിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഇതാ ഓരോന്നിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലേ ഇവിടെ എഴുതിയേ? എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇങ്ങോട്ട് നോക്കി, ഏത് ചോദ്യം ക്വാണ്ടം നമ്പർ എന്ന് വന്നാലും ഈ ഒരൊറ്റ സാധനം മനസ്സിലാക്കി പഠിച്ച ആളുകൾക്ക് ഇതിൽ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതിയെടുക്കാൻ കഴിയും. ഇനി ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി വെച്ചാൽ എല്ലാം ക്ലിയർ ആവും. നോക്കി, ഷെല്ലിനെ സൂചിപ്പിക്കുന്ന എന്നിന് നമ്മൾ നേരെ 1 2 3 4 ഇടുന്നു, എല്ലിന് നേരെ നമ്മൾ 0 1 2 3 ഇടുന്നു. ഓക്കെ. ഇതിൻ്റെ നേരെ KLMN എഴുതുമ്പോൾ ഇതിൻ്റെ നേരെ SPDF എഴുതുന്നു. ഇനി ഓരോന്നിലുള്ള ഓർബിറ്റൽ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അത് ഓഡ് നമ്പർ ആണ് എന്ന ഓർമ്മയിൽ 1 3 5 7 എന്നങ്ങ് എഴുതുന്നു. ഓക്കെ. പിന്നെ ഓർബിറ്റലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആയതുകൊണ്ട് ഓരോന്നിനും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് സബ്ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 6 10 14 എന്നിവിടെ എഴുതി വെക്കുന്നു. ഇനി ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനും നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഇവിടെ എഴുതുന്നു, സ്കെയിൽ 2. ഇനി എല്ലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് 2ഉം കൂട്ടി എത്ര എഴുതുന്നു? 8 എഴുതുന്നു. ഇനി M ആകുമ്പോൾ ഇത് 3ഉം കൂട്ടി എന്ത് എഴുതുന്നു? 18 എന്ന് എഴുതുന്നു. ദെൻ N ആകുമ്പോൾ ഇത് 4ഉം കൂട്ടി എന്ത് ചെയ്യുന്നു? 32 എന്ന് എഴുതുന്നു. ശ്രദ്ധിക്കുക, വരാനിരിക്കുന്ന ഓണപരീക്ഷയ്ക്ക് ഒരു 4 മാർക്കിനെങ്കിലും നമുക്ക് ഈ ക്വാണ്ടം നമ്പറുകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. വെറുതെ ക്വാണ്ടം നമ്പറുകളുടെ പേരും അതിൻ്റെ സിമ്പലും അതിൻ്റെ വാല്യൂ ഒന്നും കാണാതെ പഠിച്ചു പോയാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള പ്രയാസം നമ്മളെ പരീക്ഷകളിൽ നേരിടും. അതുകൊണ്ട് ഈ വീഡിയോ കൃത്യമായി മനസ്സിലാക്കി ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പോവുക. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ക്വസ്റ്റ്യനുകൾക്കും എല്ലാവിധ ക്ലാസ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.